എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റോഡരികിൽ നിന്നവരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം 3 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് കണ്ണൂർ പോലീസ്. ഞായർ രാത്രി 9 മണിക്ക് ശേഷം നെടുമ്പന വേപ്പുമുക്കിൽ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തിയ നെടുമ്പന സ്വപ്ന മനസ്സിൽ അബ്ദുൽ സലാം, വേപ്പിൻമുക്ക് ഷഹന മനസ്സിൽ ഷമീർ, പാലുമുക്ക് അമ്പാട്ടുകുള വീട്ടിൽ അൻസർ എന്നിവരെയാണ് കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. മുൻ വൈരാഗ്യമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് അപകടത്തിൽ പരിക്കേറ്റ അബ്ദുൽ സലാം പറയുന്നത്. പരിക്കേറ്റവർ 3 പേരും മരപ്പണിക്കാരാണ്. കാറിടിച്ച് കൊലപ്പെടാൻ ശ്രമിച്ചവർക്കെതിരെ വധശ്രമത്തിന് കണ്ണൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരിക്കേറ്റവർ കുട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരാളുടെ കൈയൊടിഞ്ഞതിനാൽ കയ്യിൽ പ്ലേറ്റ് പിടിപ്പിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 1.5 ലക്ഷത്തോളം രൂപ ഇതിനുവേണ്ടി ചെലവ് വരും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് എഴുതി വാങ്ങി വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ ഇറച്ചി കച്ചവടം ഉണ്ടായിരുന്നു. അന്നേരം വണ്ടി കൊണ്ടിട്ടപ്പം പറഞ്ഞ് വണ്ടി മാറ്റിടെ നേരത്തെ അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു വൈരാഗ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് അങ്ങനെ മനസ്സിലിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഞാനൊരു കൂട്ടുകാരനെ ഒരു കൂട്ടുകാരന് ഓർഡറെടുത്ത് കൊടുത്തു. ആ ഓർഡറിൽ ഞാനാണ് എടുത്ത് കൊടുത്തതുകൊണ്ട് നാൾ വഴക്ക് നടന്നു. ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിരുന്നു. ഞാൻ ഒരു ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ജോലിയും കഴിഞ്ഞ് വന്ന് എട്ടുമുക്ക് നിൽക്കുമ്പോൾ അവൻ മനഃപൂർവ്വമായിട്ട് കാർ വലത് സൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കിയിട്ട് ഞാനാണെന്ന് അറിഞ്ഞ് ശേഷം എന്നെ കൊണ്ടുവന്ന് കാർ ഇടിച്ചതാണ്. ഈ പറഞ്ഞ 2 പേരും അതിലുള്ളതല്ല. പിന്നെ അവനെന്ന് പറഞ്ഞാൽ വണ്ടി കച്ചവടം, വണ്ടി വെളുപ്പും, ഗുണ്ടായ സമാനം അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന വെച്ചും. ആ കുറേ ഗുണ്ടകളെ കൊണ്ടുവന്ന് എന്നെ അടിക്കും വെട്ടും വണ്ടി ഇടിച്ച് കൊല്ലും നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്നെക്കൊണ്ട് 2-3 പേരെ കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. നീ മാറിക്കോന്ന് അടിക്കുമെന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കാൻ മതി. നേരത്തെ ഇറച്ചി കച്ചവടക്കാരനെ ഇവർ ഇറച്ചി കച്ചവടം ചെയ്യാൻ താമസിക്കത്തില്ല. ഭയങ്കരമായ ശല്യമായിരുന്നു. ഇറച്ചിക്കടയുടെ മുമ്പിൽ വന്ന് പല്ല് തേക്കുക, പിന്നെ വണ്ടി കൊണ്ടുവന്നതിന് മുമ്പിൽ പാർക്ക് ചെയ്യുക, പിന്നെ വരുന്നവരടുത്ത് വർത്താൻ സംസാരിക്കുന്നത് റോങ്ങാനെ കൊണ്ട് ഞാൻ ആ കച്ചവടം പൊട്ടിപ്പോയതിൻ്റെ അങ്ങനെ ഞാൻ അത് നിർത്തി. ഇപ്പം തടിക്കച്ചവടത്തിന് പോവുക. തടി മുറിക്കാൻ പോയി കൂലി ജോലിക്ക്. എനിക്ക് 3 പെൺപിള്ളേരെ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ പഞ്ചായത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്.